വെൽക്കം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഗിവ് അവേ വിന്നേഴ്സിന്റെ ഗിഫ്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അൻസ സയേഷ് എന്ന് പറയുന്ന കുട്ടിയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് വെച്ചിട്ടുള്ളത് ഒരു സ്റ്റെൻസിൽ ആർട്ടാണ്. ഇത് ഗ്ലാസ് ഫ്രെയിമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ വിന്നർ ഒരു ഗേൾ ആയതുകൊണ്ട് 2 സ്ക്രഞ്ചീസും വെച്ചു. പിന്നെ ഞാൻ വെച്ചത് ഒരു കുഞ്ഞു മിനി ആൽബമാണ് കേട്ടോ. ആളുടെ തന്നെ കുറേ ഫോട്ടോസൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി തന്നെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ ഫോട്ടോസൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയല്ലേ. ഇതിന് മുന്നേ ഞാൻ ആൽബം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്ര ചെറുത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അടുത്തതൊരു മിനി ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബോട്ടിലിൻ്റെ അകത്ത് കുട്ടീൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് മുത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇത്രയൊക്കെ എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒരു നന്ദി പറയണ്ടേ. അതിന് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ കണ്ട ഫോട്ടോ ആണ് കേട്ടോ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. മേ ബി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് വിന്നറിൻ്റെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് വിന്നറിൻ്റെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണാം. രണ്ടാമത്തെ ആളും ഗേൾ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 സ്ക്രഞ്ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ള അതേ സെയിം പാറ്റേണിൽ തന്നെ ആളുടെ ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു മിനി ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെച്ചത് ഒരു മിനി ആൽബമാണ്. നേരത്തെ കണ്ട അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ സ്വന്തം ഫോട്ടോ ആരെങ്കിലും വരച്ച് തരിക അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ തരുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഗീവ് അവേയിൽ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോസൊക്കെ നമ്മൾ സാധാരണ കാണുന്ന സൈസിനേക്കാളും ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഇഷ്ടപ്പെടാറില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ മിനി ആയിട്ട് ഓരോന്ന് ചെയ്തിട്ടുള്ളത് ഫോട്ടോ വെച്ചിട്ട്. ഈ ഒരു സാധനം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആൾ തന്നെ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഒരിക്കൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്ലേ വെച്ചിട്ട് ആനയെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ആനയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അയാൾക്ക് തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു യൂണിക്കോണിൻ്റെ കീ ചെയിൻ ആണ് കേട്ടോ. ഇത് കാണാൻ നല്ല ക്യൂട്ട് ആയതുകൊണ്ട് ഞാൻ വെച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എന്തായാലും നന്ദി അറിയിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടും കൂടി ഇതിലും വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത്രയൊക്കെയാണ് നമ്മളെ സെക്കൻഡ് വിന്നറായ ശിവഗംഗയുടെ ഗിഫ്റ്റുകൾ കേട്ടോ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളുടെയും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെയും ഗിഫ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു വീഡിയോയും കൂടി ഉണ്ടാക്കി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഈ ഗിവ് അവേയിൽ എങ്ങനെയാണ് പങ്കെടുക്കുക, ഞാൻ എങ്ങനെയാണ് ഈ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. എല്ലാ മാസവും 28-നാണ് നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ട് ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഗിവ് അവേ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റുകൾ ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. ഇതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതിനുള്ള ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ആളെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 28-ന് ഞാൻ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുതൽ അടുത്ത മാസം 28 വരെയുള്ള വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാരെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ആളെയാണ് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ നോക്കുക, എല്ലാ വീഡിയോയിലും എത്ര കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതും ആരൊക്കെയാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതും നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഒരു ഗിവ് അവേ ഒക്കെ ആകുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വേണ്ടേ. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ക്രൈറ്റീരിയ ഞാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും ഇതിനെ പറ്റിയിട്ട് ഡൗട്ട് ഉള്ളവർ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറഞ്ഞുതരും. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളതും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളതും ഗിഫ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, ബൈ.